ഇവിടെ പുറത്ത് നല്ല മഴയാട്ടോ. അപ്പോൾ അവരുടെ മേലൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചകൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. നോക്കിക്ക് കാതിലൊക്കെ അഷ്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കാണണത്. എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ചിമ്പും ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഭയങ്കര ഒട്ടും ചെടി ഉണ്ടാവില്ല കേട്ടോ ഇവരുടെ മേത്ത്. നമ്മുടെ കാജലിനൊക്കെ നോക്കിക്കേ എന്ത് തൂവല്ലേ നോക്കിക്കേ. പുറത്ത് നല്ല കാറ്റും നല്ല മഴയാണ്. അവിടെ റാക്കൂണൊക്കെ നോക്കിയിട്ടുണ്ടാ ഇതാട്ടാ റാക്കൂണ്. അമ്പാ ഇതിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര വലിയ സൈസാട്ടോ. നമ്മുടെ കോഴീനെയും താറാവിനെയൊക്കെ പിടിക്കൂട്ടെ. അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി നിൽക്കുന്നത്. ചിമ്പും തേ കിടക്കണോ അതെങ്ങനെ വരും കേട്ടോ. എന്നെ കണ്ടിട്ടില്ല, ഞാനിവിടെ അകത്ത് നിന്നിട്ട് വീഡിയോ പിടിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ചിമ്പുവിൻ്റെ പോലെ ഇരിക്കട്ടോ. പക്ഷേ അതിൻ്റെ മുഖത്തിന് വ്യത്യാസമുണ്ട്. കോഴീനെയൊക്കെ നമ്മുടെ ആദ്യം എപ്പോഴും നമ്മുടെ കോഴീനെയൊക്കെ കുറേ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഭയങ്കര ഇണക്കായിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് പേടിയില്ലേ നമ്മളതിനെ. ശരിക്കും ഭയങ്കര ക്യൂട്ടാണ് അത്. ഇവർ പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് നടക്കാം ഇപ്പോൾ. അപ്പോൾ നമ്മുടെ പൂച്ചകൾക്ക് നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുക്കുമല്ലോ. പക്ഷെ രാത്രി ഞാൻ ഒറ്റ ഫുഡും അങ്ങനെ വെക്കില്ല പുറത്ത്. അല്ലാതെ പോവാട്ടോ, അത് ഓടി പോകണം. ഇവിടെ ഇരുട്ടായതുകൊണ്ട് അത്രയ്ക്ക് ചിലപ്പോൾ എന്നെ കണ്ടുണ്ടാവായിരിക്കും. എല്ലാവരും ഇതാ നോക്കിക്കേ. പക്ഷെ ഇവരെന്നെ ഒന്നും ചെയ്യില്ലാന്ന് തോന്നും. തര കിട്ടീനെ പിടിച്ചിട്ട് കുടയും ചിലപ്പോൾ. അത് വരുമ്പോൾ ഇവരെല്ലാവരും സൈലൻ്റായിട്ട് നിൽക്കും. പക്ഷെ ഇവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നവരെ. കോഴീനൊക്കെ എടുത്ത് പിടിച്ച് കൊണ്ടുപോകും. 2-3 കോഴീനൊക്കെ ഒറ്റയടിക്ക് അവർ അമ്മയും മക്കളും എല്ലാവരും കൂടിയിട്ടായിട്ട് വന്നിട്ട് നമ്മുടെ കോഴികളെ കൊണ്ടുപോയത് ഇവരാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് കുറുക്കൻ വന്നത്. അത് കുറുക്കൻ വന്നതിന് മുമ്പ് നമ്മളെ കുറേ കോഴീനെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ നോക്കിയിരിക്കണം. ഫുഡൊക്കെ കൊടുത്തതാ. അവിടെ പാത്രം ഇരിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാ. ഞാൻ വാല് പറഞ്ഞ ചിമ്പൂട്ടനകത്തേക്ക് ചാടിക്കയറും. അവരങ്ങനെ കയറില്ല. പുറത്ത് നല്ല കാറ്റും മഴയൊക്കെയല്ല. ആശുപത്രി പുറത്തായിരുന്നു. അവൻ 9 കസീവയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ കണ്ടിട്ടാന്ന് തോന്നുന്നു റാക്കൂൺ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോയത്. ഞാൻ ഈ കസീവയുടെ ഇതിൻ്റെ ഉള്ളിൽ മഴ കൊള്ളില്ലല്ലോ. കുറച്ച് നേരത്തെ അവൻ പുറത്തേക്ക് പോയുള്ളൂ. അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും അവൻ പേടിച്ച് വേഗം ഓടി വന്ന് അകത്ത് കയറിയിട്ടുണ്ട്. വന്നിരിക്കണം 2 ഇവിടെ വെച്ചിട്ട് നമ്മളവരുടെ ഫുഡ് കൊടുക്കുക. നമ്മുടെ അടുക്കളയിൽ അവിടെ നിന്ന് ഇറങ്ങണ ഒരു ചെറിയൊരു സ്ഥലം. ഇവിടെ വെച്ചിട്ട് ഫുഡ് ഇവർ 2 പേരും മാത്രമേ കയറുള്ളൂ. കാജലും ക്യാഷും കയറില്ല. കയറും. ഇപ്പം അവർക്ക് അത്രയ്ക്ക് പേടിയില്ല. എന്നാലും കുറച്ച് പേടിയുണ്ട്. ഞാൻ തൊട്ടിട്ടില്ല. നമ്മളതിനെ തൊട്ടാലും കുഴപ്പമൊന്നുമില്ല. വേണ്ട ഞാനിവർക്ക് ട്രീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. ദിവസം ഞാൻ 2 ട്രീറ്റ് അകത്തേക്ക് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. എന്നിട്ട് ആ ചെപ്പ് ഞാൻ ശരിക്കും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കണേ. എന്നിട്ട് ആ ചെപ്പ് റാക്കൂണാണ് അത്. പിറ്റേ ദിവസം ഞാൻ രാവിലെ ചെന്ന് കഴിയുമ്പോൾ ചെപ്പ് പുറത്ത് കിടക്കായിരുന്നു. അത് മൊത്തം തുറന്ന് അതിൻ്റെ ഉള്ളിൽ അവരുടെ ട്രീറ്റ് മൊത്തം അതെടുത്ത് കഴിച്ചു. പിന്നെ എത്ര കളർ കണ്ടില്ലേ. ഇത്രയ്ക്ക് കളറ് സത്യം പറഞ്ഞാൽ നമ്മളുടെ വെള്ള ഡ്രസ്സിന് പോലും ഉണ്ടാവില്ല ഇതേപോലത്തെ വെള്ള കളറ്. അതേപോലെ അത്രയ്ക്ക് വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെളി മേത്താവാൻ വേണ്ടിയിട്ട് സമ്മതി. എങ്ങനെ ഇവർ പുറത്ത് നടക്കണ പൂച്ചയുള്ളൂ. ഇത്ര ഭംഗിയിൽ എങ്ങനെ ഇവർ കൊണ്ട് നടക്കണമെന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞില്ല. അത് വെച്ചാൽ പകൽ മൊത്തം ഇറക്കാം. രാത്രിയാണ് ഇവിടെ വന്നിരിക്കുക. പക്ഷെ ഭയങ്കര പുറത്തേക്കൊക്കെ പോവും. തരി ചെളിയാവാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. അതേപോലെ ക്യാമറയിൽ എത്ര വെള്ളമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് വരെ ആ വെള്ള കളറുമ്പോൾ ഒരു പൊടി ചെളി ഞാൻ കണ്ടിട്ടില്ല.
അപ്പോൾ നമ്മുടെ ചിമ്പൂട്ടൻ ദേ വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കിടക്കൂട്ടെ. അവൻ നോക്കുമ്പോൾ പുറത്ത് നല്ല മഴ. അപ്പോൾ അവനിവിടെ അകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇടയ്ക്കിനെ വന്ന് കിടക്കും, നല്ല തണുപ്പൊക്കെ വരുമ്പോൾ വന്ന് കിടക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് ഓടും. പക്ഷെ അവർക്കവിടെ മഴയത്ത് കിടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവർക്കവിടെ കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പുതിയ വീടുണ്ടല്ലോ, കുഞ്ഞു വീടുണ്ടല്ലോ, അവിടേക്ക് കിടക്കാം. അതേ ഓട്ടം തുടങ്ങി. ഈ വീട് മൊത്തം ഓടി കയറി കഴിഞ്ഞിട്ട് പൂളി ചേർക്കട്ടെ. അവിടേക്ക് മാതി പൊളിക്കല്ലേ, ഇങ്ങോട്ട് ഇറങ്ങിക്കുക എൻ്റെ മോനെ. അതായത് നമ്മുടെ ആസ്പിൻ ചേട്ടൻ വന്നിരുന്നു. ആസ്പിൻ അകത്ത് കിടക്കുന്ന പൂച്ച ചെയ്തുകൊണ്ട് അവന് ചിമ്പി പുറത്ത് കിടക്കുന്ന പൂച്ച ചെയ്തുകൊണ്ട് അവന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെയൊന്നും അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു വെപ്രാളാ. അവിടെ ഞാനിപ്പോൾ ഡോറ് തുറന്ന് വെച്ചതാണ്. അത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. അവിടെ അവന് കിടക്കാം. അവിടെ നമ്മളവിടെ ഒരു കംഫർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. രാത്രി ചിലപ്പോൾ അവൻ അവിടെ കിടക്കും. ഇങ്ങോട്ട് വന്നേ. അവിടെ എല്ലാ ഡോറുകളും ഞാൻ അടച്ചു വെച്ചേക്കാം. എനിക്കറിയാം അവൻ അങ്ങോട്ട് കയറി പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവിടെ ഇരിക്കും. അവിടെ കിടന്നിട്ട് കരച്ചിലായിട്ടുണ്ട്. അവന് പുറത്തേക്ക് പോകണ്ട. ആസ്പിൻ അല്ല ചിമ്പൂസി, ചിമ്പുട്ടാ വന്നേടോ മുത്തേ. ഡാ ചിമ്പു, വാ നമുക്ക് പുറത്തേക്ക് പോവാ. ബാ ഞങ്ങൾ പോവാ പുറത്തേക്ക് ട്ടാ. വാട കുട്ടൻ നമുക്ക് പോവാ. അവനോട് ഇരിക്കട്ടെ. വാ ഞങ്ങൾ പോവാണേ. ആസ്പിൻ നോക്കാണ് അവിടെ ചിമ്പു മുകളിലേക്ക് പോയിട്ടുണ്ടല്ലോ. നമ്മുടെ ആസ്പിൻ അവരൊന്നായിട്ട് അങ്ങനെ കളിക്കുക, അങ്ങനെ കൂട്ടൊന്നും കൂടില്ല കേട്ടോ. പക്ഷെ ഇപ്പം അകത്ത് കയറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്പിൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിമ്പു ഒന്ന് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്പിൻ മാറി കൊടുക്കും. ആസ്പിൻ ആരുടെ അടുത്തും തല്ലു പിടിക്കില്ല. ഇങ്ങനെ സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുള്ളൂ എപ്പോഴും. അവനെ നോക്കുന്നത് അങ്ങോട്ട് മുകളിലേക്ക്. ഇതെവിടെ ഇരിക്കുന്നത് എൻ്റെ തയ്യൽ മെഷീൻ കേട്ടോ. ഇടയ്ക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യും. ഞാൻ ചെറുക്കനെ പിടിച്ച് കാട്ടണേ, പണി എത്രയുണ്ടെന്നൊക്കെ. എവിടെ പോയിരിക്കണേ? ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചകൾക്ക് ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് ചിമ്പുട്ടുന്നത് അവിടെ എൻ്റെ അടുത്ത് ഒരു ഷീറ്റ്, പഴയ ഷീറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ചിമ്പുവിനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഇന്നലെ രാത്രി ഞാൻ വെച്ചതാണ്. ബോക്സ് വെച്ചതിനകത്ത് ഞാൻ അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ടവലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് ഇവർ രണ്ടുപേരും കയറി കിടന്നിരുന്നു. ഇവർ രണ്ടുപേരെ കിടക്കുന്നത് കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. രണ്ടുപേരും നല്ല കംഫിയായിട്ട് നല്ല ഫിറ്റായിട്ട് അതിനകത്ത് കിടക്കാനുണ്ടായിരുന്നു. ഇപ്പം നേരം വെളുത്തതാട്ടാ. നേരം വെളുത്തപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഇതവിടെ നോക്കിക്ക്. അവർക്ക് ഞാൻ ഫുഡ് വെച്ച് കൊടുക്കണം. അതൊക്കെ കാറ്റത്തത്, അതൊക്കെ മറിഞ്ഞ് കിടക്കുക കണ്ട. അത് ഓട്ടോമാറ്റിക് ഫീഡറാണ് അവരുടെ. എല്ലാവരും മറിഞ്ഞ് കിടക്കുക. ഇനിയിപ്പോൾ എൻ്റെ പുറത്തേക്ക് ഇറങ്ങണില്ല. ഇപ്പം എന്തായാലും അവർക്ക് വിശക്കുന്നുണ്ട്. ഫുഡിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എനിക്ക് നോക്കിയിട്ട് ഇവിടെ നല്ല മഴയും ഭയങ്കര കാറ്റൊക്കെ വീശിയിട്ടുണ്ട്. നിറച്ച് ചവറുകളൊക്കെ എല്ലായിടത്തും വീണ് കിടക്കുന്നുണ്ട്. മഴയും ഇപ്പോൾ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വാല് തുറക്കട്ടെ. അയ്യോ ചിമ്പുട്ടൻ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ കൊച്ചു കയറിക്കോ, എല്ലാവരും കയറി. അവരുടെ ഫുഡുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് അവിടെ ഇരിക്കുന്നു. ഇവര് പൂച്ചകളൊക്കെ ഇവിടെ 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 വരെ കയറും കേട്ടോ. ഇവിടെ ഇങ്ങനെ പൊക്കത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ കിച്ചനാണ്. അവർക്ക് ഞാൻ പുറത്ത് തീറ്റ വെച്ച് കൊടുക്കാം. ചിമ്പുട്ടന് ഇപ്പോൾ അകത്ത് നിന്നിട്ട് ഫുഡ് കഴിക്കാം. ഇതിന് പേടിയാണ്, പെണ്ണാണ്. അകത്തേക്ക് അങ്ങനെ കയറില്ല, നമ്മൾ പേടിയാണ്. ഓക്കെ എല്ലാവർക്കും ഫുഡ് തരാം. അപ്പോൾ ഞാൻ അവർക്ക് ഫുഡ് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. പുറത്തേക്ക് ഞാനൊന്ന് നോക്കട്ടെ. അവർ രണ്ടുപേരും ചാടി പുറത്തേക്ക് കിടന്നിട്ടുണ്ട്. അയ്യോ നല്ല മഴയും നല്ല കാറ്റ് വീശണം കേട്ടോ. രാത്രി ഭയങ്കര കാറ്റ് വീശുന്ന സൗണ്ടൊക്കെ ആയിരുന്നു. ഇവിടെ ചെടികളൊക്കെ എന്ത് പരിപാടി എന്നുള്ളത് അറിഞ്ഞൂടാ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും കുറേയൊക്കെ വീണിട്ടുണ്ടാവും ഈ മഴയത്ത്. ഓക്കെ ഇനി ഫുഡ് കൊടുക്കട്ടെ. അയ്യോ ഞാൻ നോക്കി വാല് തുറന്നപ്പോഴാണ് ആ കാറ്റിൻ്റെ ശക്തി കാണുന്നത് കേട്ടോ. നല്ല കാറ്റാ. അവരവിടെ ഇന്നത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും വിശപ്പാണ്. എപ്പോൾ ഫുഡ് കൊടുത്താലും കഴിക്കും. അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ. ഇവിടെ ഇങ്ങനെ നിറച്ചും മരങ്ങളൊക്കെ ഉള്ളതന്നെ. കാറ്റൊക്കെ വീശുമ്പോൾ ഇങ്ങനെ മരങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ശരിക്കും ഞങ്ങളുടെ മുകളിൽ ബാൽക്കണി ഉണ്ട്. അവിടെ നിന്നിട്ട് കാണാം. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇടി വെട്ടണില്ല. ഇടി വെട്ടണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് പക്ഷേ ഇന്ന് ഇടിവെട്ടൊന്നുമില്ല. പക്ഷേ ചെറിയൊരു തണുപ്പുള്ളൂ. അങ്ങനെ ഭയങ്കര തണുപ്പൊന്നുമില്ല. നല്ല ഒരു വെട്ടം. അതിൽ എൻ്റെ റോസാക്കി നോക്കിയിട്ട് എല്ലാ കൊമ്പുകളും അങ്ങോട്ടേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡാലിക പോയി കാണാനാണ് എനിക്ക് ഭയങ്കര പേടിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകാൻ വേണ്ടിയിട്ട്.
കാരണം ഡാലിയൊക്കെ കുറേയൊക്കെ വീണിട്ടുണ്ടാവും. നമ്മുടെ നടുവിലെ തോട്ടത്തിലെ ഡാലിയൊക്കെ വീണിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നോക്കിക്കേ, ഇതെൻ്റെ അടുക്കളയിൽ വെച്ചിരുന്ന റോസാട്ടോ. നല്ല ഭംഗിയുള്ള 3 പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുട്ടായിട്ട് നിൽക്കുന്നത്. അത് നല്ല രസമാട്ടോ. ആ റോസിനെ എടുത്തിട്ട് ഞാൻ അകത്തേക്ക് വെക്കണം എനിക്ക്. എന്തൊരു കാറ്റ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന നേരമായില്ലേ നിങ്ങൾക്ക്? കിടക്കണ കിടപ്പ് കണ്ടോ? അവിടെ ഇരുന്നു എല്ലാവരും. അതൊക്കെ ഞാനവിടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാട്ടോ. അവർ കളിക്കുന്നതാണ് കാണുന്നത്, രണ്ടുപേരും വേണ്ടിയിട്ട്. കാച്ചൽ കസേരയുടെ അടിയിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ആൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ചിമ്പു ഇതൊന്നും അറിയാണ്ട് കിടന്നുറങ്ങുന്നുണ്ട്. അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാ. അവർക്ക് നമ്മളവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇപ്പം വെള്ളം വെച്ച് കൊടുത്തില്ലെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് വീണോളൂല്ലോ. ഇവിടെ രാവിലെ നേരം തന്നെ കേട്ടോ. ഇവിടെ സമയം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. അല്ല, മഴയും ക്ലൗഡിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ വെട്ടം അങ്ങനെ അധികം വന്നിട്ടില്ല. ചിമ്പുവിനെ കിടക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു മെത്തയുണ്ട് കേട്ടോ. ഇവിടെ 2 ഉണ്ട്. അത് നമ്മുടെ ആസ്പിൻ കിടക്കാൻ പറഞ്ഞാൽ ഞാൻ അവന് കിടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തേ. അവൻ ആദ്യം കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നില്ല. പിന്നെ എഴുന്നേറ്റ് പോവാം. നമ്മുടെ പയറും തക്കാളിയൊക്കെ കേട്ടോ അവിടെ ഇരിക്കുന്നത്. അവന് പുറത്തേക്ക് പോകണം കേട്ടോ. ഞാൻ അത്ര അധികം നേരം ഇഷ്ടമില്ല അകത്തിരിക്കുന്നത്. ഞാൻ അവനോട് കിടക്കാം. പക്ഷെ അവനവിടെ കിടക്കണില്ല. എന്നാ പൊക്കോ പുറത്തേക്ക്. കൊച്ചു വേണമെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിക്കോ. ഉറങ്ങണ്ടേ? ചോല ഉറങ്ങാനും പറയുന്നു. ഇറങ്ങണി. ഇല്ലില്ല, കാച്ചില്ല. എല്ലാവരും കൊണ്ട് പൊക്കോ. ഓരോരോ കാര്യങ്ങൾ. ഇവിടെ നോക്കിക്കേ, ഞാൻ കിളികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീഡർ തൂക്കി വെക്കുന്ന കേട്ടോ നമ്മുടെ മരത്തുനിന്ന്. അപ്പം ഇത് നമ്മുടെ മറ്റേ ചുമന്ന റോസാട്ടോ. അതിൻ്റെ കൊമ്പുകളൊക്കെ ഇതാ നോക്കിക്കേ, താഴത്തേക്ക് ഇങ്ങനെ വീണ പോലെയായി. പക്ഷെ നല്ല ഭംഗിയാട്ടോ ഈ റോസാപ്പൂ കാണാൻ വേണ്ടിയിട്ട്. ചിമ്പു ഭയങ്കര കാറ്റുള്ളതാണ് എൻ്റെ കുട്ട. അയ്യോ, എന്ത് സൗണ്ടാന്നറിയോ കാറ്റിന്. ഈ മഴയത്ത് നമ്മുടെ ഈ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ. ഇത് ഈ മഴയത്ത് നമ്മുടെ മരങ്ങളൊക്കെ ഈ മഴയത്ത് നമ്മുടെ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കുമല്ലോ. വെള്ളമൊക്കെ ഇങ്ങനെ വീണിരിക്കുമ്പോളേ. ഇതാ അവിടെ നോക്കിക്കേ, അതുമ്പോൾ നോക്കിക്കേ. ഇതാ ഇവിടെ വേറെ ഒരെണ്ണുണ്ട്. ഈ റോസ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അതാ നോക്കിക്കേ. മഴ പെയ്ത് കഴിഞ്ഞിട്ട് മൊത്തം ഈ ചവറുകളൊക്കെ ഈ മരത്തുമേന്നൊക്കെ വീണിട്ട് ഇങ്ങനെ കിടക്കാട്ടോ. നിറച്ചും മരത്തിൻ്റെ ഇലകളാണ്.
ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ മരങ്ങൾ എല്ലാവരും താഴെ വീഴൂല. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കേ നിറച്ച് മരങ്ങളാട്ടോ. അയ്യോ, ഇതൊക്കെ കഴിഞ്ഞൊരു ക്ലീനിങ് നമുക്കൊരു പണിയാട്ടോ. ഫുള്ള് ചവറ കണ്ട. ഈ ചെറുക്കൻ എൻ്റെ മേത്ത് വന്നിട്ട് മുട്ടി ഉരുമി അവൻ്റെ മേത്ത് വെള്ളം വീഴുന്ന മുഴുവൻ എൻ്റെ മേത്തേക്ക് തേക്കാൻ വേണ്ടിയിട്ട് നടക്കാം. ഓക്കെ, അപ്പം മോനെ നീ പൊക്കോ അങ്ങോട്ടേക്ക്, എൻ്റെ പിന്നാലെ വരണ്ട, മഴയല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ഡാലിയ തോട്ടം. ഇത് ഓൾറെഡി ചെറുതായിട്ട് ഇങ്ങനെ മറിഞ്ഞിട്ട് ആദ്യമേ നിൽക്കണുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചില ഡാലിയൊന്നും കാണാനില്ല. എല്ലാവരും ഞാൻ അത്യാവശ്യം വലിയ ഇരുമ്പിൻ്റെ കമ്പി വെച്ചിട്ട് താങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അവരിങ്ങനെ അങ്ങനെ വലിയ താങ്ങ് കൊടുത്തൊക്കെ അതുമിങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ചിമ്പുവിനെ കൊണ്ട് ഞാൻ തോറ്റു. ചിമ്പു എൻ്റെ ഡ്രസ്സുമ്മ നിറച്ചും വെള്ളാക്കാം. പിന്നെ നിനക്ക് എൻ്റെ അടി കിട്ടും. നീ ഒന്നല്ലെങ്കിൽ അകത്തേക്ക് പോവാല്ലേ, എൻ്റെ മേത്ത് മുട്ടി ഉരുമാണ്ട് നിൽക്കുക. എൻ്റെ മേത്താണ് വെള്ളം മുഴുവൻ എൻ്റെ മേത്ത് തേക്കുക. അതെൻ്റെ പരിപാടി. പിന്നെ ഇവിടുത്തെ ഈ ഡാലിയൊക്കെ നോക്കിക്കേ, അതൊക്കെ കൊമ്പൊക്കെ മൊത്തം എന്തോരം പൂവല്ല. എണ്ണിയാലും തീരില്ല. ചിമ്പുവിൻ്റെ കാര്യം പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. എന്തിനാ എൻ്റെ പിന്നാലെ നടക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടെ. നമ്മുടെ വേപ്പ് കൂടെ നിൽക്കണുണ്ട് കേട്ടോ. അതിനിപ്പോൾ പറിച്ച് വയ്ക്കണം. ഇതുമേ കണ്ടമാനം ഡാലിയ പൂവുണ്ട് കേട്ടോ. പക്ഷെ അതെല്ലാനും കൊമ്പ് എല്ലാനും താഴ്ത്തിക്ക് വീണു. അതിൻ്റെ ഉള്ളിലും ഉണ്ട് കുറേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡാലിയായിരുന്നു കേട്ടോ. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറേ പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കേ, കണ്ട അത് അവിടേക്ക് നിൽക്കുക. അത് പ്രത്യേകം ഭംഗിയായിട്ട് അത് അവിടെ ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. കണ്ട ഈ ചിമ്പു തന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യാനേ. എനിക്കെന്നെ മേത്ത് വന്നിട്ട് ഇങ്ങനെ മുട്ടിയിരുന്നത് ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ മേത്തുള്ള വെള്ളം മുഴുവനുണ്ട്. ഇത് അത് നല്ല ഭംഗിയാണ്. അത് കളർ കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമല്ലേ അതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, അതൊക്കെ കുറേ മുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അവിടെ ആ ഡാലിയ, പിന്നെ ഈ ഡാലിയ പക്ഷേ കുഴപ്പമില്ല കേട്ടോ. അതിന് നമ്മൾ വലിയ താങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രസമല്ലേ അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ചുരക്കുണ്ടല്ലോ, ഒന്നും ഞാൻ പറിച്ചിട്ടില്ല. പിന്നെയും കുറേ പറിക്കാനുണ്ട്. ഞാൻ പോസൻ്റെ അടുത്ത് പറയും ഇന്ന് പറിക്കാം നാളെ പറിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചോണ്ടിരിക്കും. അതൊക്കെ അവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. അത് പറിച്ചെടുക്കണം. ഓക്കെ, പിന്നെ ഇവിടെ സീനിയ ഇവിടെ അധികം അങ്ങോട്ട് വീണിട്ടില്ല. ഇത് ഒരെണ്ണമാണ് വീണേക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ താഴെ വീണെടുക്കാം. പിന്നെ ഇതൊരു സീനിയ. ഞാൻ നിങ്ങൾ എന്നെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തൈ മുളപ്പിച്ച് എടുത്തതാണ്. അത് പക്ഷെ അത്രയ്ക്ക് ലെയറൊന്നുമില്ല. പക്ഷെ അത് നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. എന്താ നോക്കിക്ക്, ചിമ്പുവിനെ കൊണ്ട് ഒരു രക്ഷയില്ലട്ടോ. എനിക്ക് ദേഷ്യം വേണ്ടിയിട്ടിട്ട് ചിമ്പുട്ടാ ഇത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഡാലിയ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ആ ഇരുമ്പിൻ്റെ കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് മൊത്തം ഇങ്ങനെ താഴത്തേക്ക് ഇരുന്നു. പിന്നെ നമ്മുടെ വെന്തിയൊക്കെ ഉണ്ടായിരുന്നു. വെന്തിക്ക് അധികം തണുപ്പ് പറ്റില്ല കേട്ടോ. വെന്തികൾ എല്ലാവരും പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലാണ് വെന്തി നല്ലത്. ഇവിടെ നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറുതായിട്ട് തണുപ്പ് വന്നപ്പോൾ എല്ലാവരും പോയിട്ടാ. ഈ ഡാലിയമേക്ക് കുറേ പൂവുണ്ട്. പക്ഷേ ഇതൊക്കെ ഇനി തണുപ്പ് തുടങ്ങിയപ്പോഴേ ഒന്നിനും അങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നോക്കിക്കുക വലിയൊരു ചുമന്നിട്ട് ഒരു ഡാലിയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറേ ഡാലിയ പൂവുണ്ട്. ഞാൻ ഈ ചിമ്പുവിനെ എനിക്ക് ദേഷ്യം പറ്റിയിട്ടുണ്ട് നന്നായിട്ട്. ഓക്കെ, ചെന്ന് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഡ്രസ്സും കൊണ്ട് ലോണ്ടറിയിൽ ഇടണം. അവൻ്റെ മേത്ത രോമം മൊത്തം എൻ്റെ മേത്താക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ തോട്ടം. പിന്നെ അടുത്തത് കാണിക്കണണ്ട എന്തൊട്ടാ കാണിക്കണേ ഈ ചെറുക്കൻ. എന്തിനാ മഴയത്ത് നടക്കണേന്ന് എനിക്കറിയണ്ട. മേത്ത് വെള്ളം വന്നിട്ട് കാണിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഈ മഴയത്ത് നടക്കേണ്ട കാര്യമുണ്ടാ? ഈ വെള്ളത്തിൽ വീണ് നടക്കേണ്ട കാര്യമുണ്ടാ നിനക്ക്? ഈ പൊട്ടന പിന്നെ ആരാ എൻ്റെ പിന്നാലെ വിളിച്ചേ? ഏത് മഴയത്തായിരുന്നാലും നമ്മൾ പോരുമ്പോൾ നമ്മുടെ പിന്നാലെ പോരും. അത് സ്നേഹം കൊണ്ട് പോകുന്നതാ. പക്ഷെ അത് അത്രയ്ക്ക് സ്നേഹം കാണിക്കാൻ പാടില്ല. പിന്നെ ഇത് നമ്മുടെ ചുമന്ന പൂവ്. അയ്യോ, നീ എൻ്റെ പിന്നാലെ നീങ്ങി നിൽക്കേ. ചിമ്പുവിൻ്റെ കാര്യം പറഞ്ഞ ഇതുണ്ടല്ലോ ഭയങ്കര കാറ്റ്. അയ്യോ, അതായത് നോക്കിക്കേ, ഇത് നല്ല രസമല്ലേ ഈ പൂ കാണാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് ഞാൻ നിങ്ങളതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറെ പൂവാട്ടോ. അതിൻ്റെ തന്നെ ഭയങ്കര രസം. ഇത് ഡബിൾ കളറായിട്ട് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി എന്നിട്ട് കണ്ടില്ലേ. ഓക്കെ, ഇനിയിപ്പോൾ
എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടത് ചിമ്പൂനി ഞാൻ എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിട്ടിട്ട് വരും ഞാൻ. അത്യാവശ്യമായിട്ട് എനിക്ക് പോകേണ്ടത് നമ്മുടെ നടുവിലെ ഡാലിയത്തോട്ടത്തിലാണ്. പിന്നെ നമ്മുടെ ഇവിടെ വീടിൻ്റെ അവിടെയുള്ള നമ്മുടെ ഇത് നോക്കിക്ക്, ഇതൊക്കെ നമ്മുടെ വെന്തിയാട്ടാ. എല്ലാവരും നിൽക്കണ നോക്കിക്ക്. അയ്യോ അമ്മീ, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അയ്യോ ഓ, നമ്മളവിടെ കിളികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോല് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇരുമ്പിൻ്റെ. അതുമേയിരുന്നു നമ്മുടെ ആ കിളികളുടെ കോലൊക്കെ ഇരുന്നത്. അതുമേന് കിളിയുടെ ഫീഡർ വെച്ചിട്ടുണ്ടായിരുന്നു, ഇരുമ്പിൻ്റെ കോലാട്ടോ. ഇത് എൻ്റെ മറ്റേതാട്ടോ, എൻ്റെ നിത്യവഴുതനങ്ങ. കാരണം നമ്മൾ അവിടെ അടുക്കളയിൽ നിന്ന് നോക്കേണ്ടത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആ കമ്പി മൊത്തം താഴത്തേക്ക് വീണു. അതുമേണ് ഇതൊക്കെ പിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പുതിയ ഡാലിയേമ, നമ്മുടെ മമ്മിൻ്റെ അവിടെ നിൽക്കണ ഒരു പുതിയ ഡാലിയേമ പൂവുണ്ടായി വരുന്നത്. ആ കമ്പിയെ പാടി മറിഞ്ഞ് എല്ലാവരും താഴത്തേക്ക് വീണു. ഇനിയിപ്പോൾ എല്ലാവരും വീണോട്ടെ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനവിടെ ഭയങ്കര ഇങ്ങനെ ഒഴിഞ്ഞ പോലെ വന്നേനുണ്ട്. അവിടേക്കും നമ്മുടെ ഇത് കയറിയിട്ടുണ്ട്, നിത്യവഴുതനങ്ങ. കണ്ടോ, നിത്യവഴുതനങ്ങ ഉണ്ടായി നന്നായിട്ട് വരണുണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് നിത്യവഴുതനങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഉള്ളത് ശരിക്കും നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കമ്പിയാപ്പാടി എൻ്റെ കിളിക്കൂട് അടക്കം എല്ലാവരും കൂടിയിട്ട് താഴത്തേക്ക് ഇടിഞ്ഞുകൊണ്ട് വീണ്. നമ്മുടെ ഇവിടുത്തെ ഈ തോട്ടം മൊത്തം പോട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ നല്ല ഭംഗിയുള്ള വേറൊരു കളറ്, ഒരു വെള്ളയും ആയിട്ടുള്ള ഒരു ഡാലിയപ്പൂ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഇതൊക്കെ വെന്തിയാട്ടോ. അത് ആകെ പോയിട്ട് മൊത്തം പോയി, നമ്മളിനി നോക്കിയിട്ട് കാര്യമില്ല. അത് നല്ല ഭംഗിയുള്ള ഒരു ഡാലിയപ്പൂ കേട്ടോ. അതിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു. നമ്മുടെ ഒരു വാഴയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ വെട്ടിയിട്ട് നമ്മൾ മൂടി ചവറൊക്കെ ഇട്ട് മൂടി ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ നമുക്ക് പിടിച്ച് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കണം. എനിക്ക് ഈ കാർപ്പറ്റൊക്കെ നനഞ്ഞു. കാർപ്പറ്റൊക്കെ നേരത്തെ എടുത്തിട്ട് വെക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ വെയിൽ വരുമ്പോൾ കാർപ്പറ്റൊക്കെ എടുത്ത് ഉണക്കി ഇനി ഈ ചെയറുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ആ റൂമിൻ്റെ ഉള്ളിലാക്കി വെക്കണം. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് നേരത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്ത് വെക്കണമെന്ന്. ഞാൻ നേരവും കിട്ടിയില്ല, പിന്നെ മറന്നും പോയിട്ടുണ്ടായിരുന്നു. ഒക്കെ ആയ നനഞ്ഞു. അതൊക്കെ ഇനി വെയിൽ വരും 2 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഇനി ഉണക്കിയിട്ട് വേണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആ റൂം ഞാൻ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, പോൾച്ചേട്ടൻ പൂച്ചകൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരതിൻ്റെ ഉള്ളിൽ കിടക്കുമെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും വെച്ചിട്ടില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല അത്. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇവർക്ക് കിടക്കാം. പക്ഷേ റാക്കൂൺ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവർ പേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അടഞ്ഞ സ്ഥലത്ത് ഇവർ സാധാരണ അങ്ങനെ കിടക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഇവർക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അതായത് അത് തുറന്നിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ട്. തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കംഫർട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അവർക്ക് അവിടെ കിടക്കണമെങ്കിൽ അവരോട് കിടന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല അവരവിടെ കിടക്കണേന്ന്. പക്ഷെ അപ്പോൾ നമ്മുടെ ഇതാട്ടോ നമ്മുടെ അവിടെ പോയിട്ടുണ്ട്. ഇതവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റാതെ തന്നെ. ഇവിടെ ആകെ പിന്നെ ഇപ്പോൾ ഭംഗിയൊന്നും ഇല്ലാണ്ടായി. ആദ്യം നല്ല രസമല്ലായിരുന്നു, മൊത്തം എല്ലാവരും പോയി. തണുപ്പ് തുടങ്ങുമ്പോൾ പിന്നെ എല്ലാം പോലും. പക്ഷെ എൻ്റെ നിത്യവഴുതനങ്ങ പോയതോട്ടെ എനിക്ക് വിഷമമായത്. ഇതിങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് നീക്കിയിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് അതിന് വലുതായി കിട്ടാമെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഡാലിയ അല്ല സീനിയ, അതിനൊക്കെ വിത്തെടുത്ത് വെക്കണം. എല്ലാവരും കാറ്റത്ത് മറിഞ്ഞു. കണ്ടോ, ഇത് ഞാൻ ആദ്യം നിങ്ങളതിനെ കാണിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും ഇതൊക്കെ പോയി. ആ മാതിരി കാറ്റാ വീശിക്കൊണ്ടിരിക്കും. അത് ഇടിഞ്ഞോണ്ട് വീണതാട്ടോ എനിക്ക് വിഷമമായി പോയത്. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് അങ്ങനെ പോയി. ഇനി എൻ്റെ ഡാലിയ എൻ്റെ ഡാലിയ തോട്ടത്തിൽ ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. പിന്നെ ഉണ്ടല്ലോ നമുക്ക് അവിടെ ഡാലിയനെ ആരെയും കാണുന്നില്ല, എല്ലാം താഴെ വീണോ. ഇവിടെ നമ്മൾ പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പോൾസേട്ടൻ ഇന്നലെയല്ല മിഞ്ഞാന്ന് വന്നിട്ട് അത് പറിച്ചു. നല്ല മധുരമായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇങ്ങനെ തണുപ്പ് വരുന്നതുകൊണ്ട് അതിങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞെട്ടാണ് ഇത് കാണുന്നത്. കണ്ട അങ്ങനെ ഇങ്ങനെ പോസേട്ടൻ വലിച്ചെടുക്കുക. ഡാലിയ തോട്ടത്തിൽ ആരെയും കാണുന്നില്ല, എല്ലാവരും താഴെ വീണുണ്ട്. നമ്മുടെ ചുമന്ന ഡാലിയാണ് ഞാൻ നോക്കണത്. ചുമന്ന എൻ്റെ പൊന്നെ പുല്ല് ഭംഗി നോക്കിക്ക്. അതും ആ വെള്ളം അങ്ങോട്ട് വീണിട്ടേ എന്തോ ഒരു രസം. അങ്ങനെ മുട്ടുകളുണ്ട് കേട്ടോ. എൻ്റെ ഡാലിയൊക്കെ പോയിട്ടോ. എൻ്റെ ഇവിടെ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കും, കാരണം ഇതിങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ. അത് മൊത്തം താഴെ വീണു, എല്ലാവരും താഴെ വീണു. അപ്പം എന്തോരം മുട്ടുണ്ടായിരുന്നറിയോ? അത് പൊക്കത്തിൽ പോയി ഇതാക്കി വീണെടുക്കുന്നുണ്ട് അവിടെ.
ഞാൻ ഒരു കയ്യിൽ കുട പിടിച്ചിട്ട് പിടിക്കുന്നത്. അത് കാരണം കണ്ട എല്ലാം ഒടിഞ്ഞു. ഞാൻ പൊക്കോട്ടെ, കാരണം ഇനിയിപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പോകുന്നുള്ളത് തണുപ്പ് തുടങ്ങുമ്പോൾ. പക്ഷേ തണുപ്പ് തുടങ്ങുമ്പോൾ പോകുമ്പോൾ നമുക്ക് വിഷമമില്ല. അല്ലാണ്ട് ഇങ്ങനെ കാറ്റും മഴയൊക്കെ വന്നിട്ട് വീട്ടുകൾ ഇങ്ങനെ വീണ് പോകുമ്പോൾ നമുക്ക് ഒരു വിഷമമാണത്. അത് എല്ലാവരും പോയി. അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കാം. അവിടെ ഉണ്ട്, കുറേ ഉണ്ടായി കിടക്കും. കാരണം ഇപ്പോൾ കാണിക്കുമ്പോൾ ഒറ്റ പൂവും കാണാനില്ല. ആദ്യം കാണിക്കുമ്പോൾ എന്തോരം പൂ. ദൈവമേ, എൻ്റെ മുരിങ്ങ ഉണ്ടല്ലോ, ഈ മുരിങ്ങേനൊക്കെ എനിക്ക് പറിച്ച് വയ്ക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ചെറുതായിട്ട് ചൂട് വരുമ്പോൾ അത് പറിച്ച് പണിയുണ്ട് നമുക്ക്. ഇവിടെയൊക്കെ ആകെ നല്ലൊരു തരിച്ചു ഭൂമി ആയ പോലെയായില്ലോ. അതൊക്കെ കണ്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആരെയും കാണാനില്ല. ഉള്ള പോകുമ്പോൾ പോലും താഴെ വീണെടുക്കുന്നത്. ഇവിടെയൊക്കെ എല്ലാം പോയി. ഇവിടെ ഒന്നും കാണാനില്ല. പിന്നെ ഇവിടെ കുറേ വെന്തി ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും പോയി നശിച്ചു. ഇനി അടുത്ത സമ്മർ ആവുമ്പോൾ നമ്മൾ രണ്ടാമത് നടും. എൻ്റെ പൊന്നുമോൻ്റെ കാര്യമാണ് കാണുന്നത്. അവിടെ നിൽക്കണം. ഞാൻ ചീത്ത പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നീ നിൽക്കുന്നതാണ് കാണുന്നത്. അത് നമ്മളെ പയറും തോട്ടാണ്. കഴിഞ്ഞ ദിവസം പോൾസേട്ടൻ വൈകിട്ട് വന്നിട്ട് കുറച്ച് പയർ പറിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഉണങ്ങി കിടക്കുന്നുണ്ട്. അത് നമുക്ക് വിത്തിനെടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇനി കുറേ പറിക്കാനുണ്ട്. എല്ലാം പോയി. അതിൻ്റെ കാര്യം പറഞ്ഞ അപ്പം നമുക്കിവിടെ ആയ കൂടി നമുക്കൊരു 3 മാസമാണ് നമുക്ക് ഈ പച്ചപ്പും ചെടികളും സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ വേഗം ചൂട് തുടങ്ങുമ്പോഴേക്കും വേഗം തിരക്ക് പിടിച്ച് വിത്തുകളൊക്കെ പാവിതാ. ആസ്പിനെ ഞാൻ പുറത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ നടന്ന് കൊണ്ടുവരാൻ കാണുന്നത് കണ്ട. അങ്ങനെ നമ്മൾ ചൂട് തുടങ്ങുമ്പോഴേക്കും വേഗം വിത്തുകളൊക്കെ പാവി. കാരണം നമുക്ക് അധികം സമയം കിട്ടില്ലല്ലോ. അതിനു മുമ്പ് നമുക്ക് പൂവൊക്കെ ഉണ്ടായി കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അധികം നാളൊക്കെ നിൽക്കാത്തതുകൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഇനി അടുത്ത വർഷവും നമ്മൾ എന്തോരം പാട് കഴിച്ചിട്ട് വേണം ഇതിനൊക്കെ നമ്മൾ ഇനി രണ്ടാമതും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്തോ ഭംഗിയായിട്ട് അത് നിൽക്കണേ. അതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കണുണ്ട് ഈ ഡാലിയ പൂവൊക്കെ. ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ കാണില്ല അത്. പക്ഷെ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാണ്ടായ പോലെ എനിക്ക്. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് 3-4 ദിവസമായിട്ടുണ്ട്. അതൊക്കെ വീണു കണ്ടേ. ഞാൻ ആ ചുമന്ന പൂവ്, അതാണ് ഈ ചുമന്ന പൂവ്. നിങ്ങളതിന് അന്ന് ഞാൻ വിത്തുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പൂവ് ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഭയങ്കര വലിപ്പമുണ്ടല്ലോ, ഒന്നിനും താങ്ങി നിൽക്കാനും പറ്റിയില്ല. അതിൻ്റെ ഒരു വലിയൊരു കട വന്നിട്ട് ഇത് നമ്മുടെ വേറൊരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്രൂട്ടിൻ്റെ തന്നെ വേറൊരു മരമാണ്. അതും അതിൻ്റെ അല്ല കാറ്റ് വന്നിട്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒടിഞ്ഞു പോയി. ഇതെല്ലാം പോട്ടെ. ഇതിന് മുമ്പ് എന്തെങ്കിലും ഒരു ദിവസം കാറ്റ് വരുമെന്ന് എനിക്ക് ചില സമയത്ത് ഇവിടെ കാറ്റ് വരാറുണ്ട്. അപ്പോൾ ഈ പൂ ഉണ്ടായി വരുന്ന സമയത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പോയി. നമുക്കൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. ഇതിപ്പോൾ അവസാന സമയത്താണല്ലോ കാറ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. നമുക്ക് അത്രയ്ക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് നമ്മുടെ വേറെ പേഴ്സമൺ എന്ന് പറഞ്ഞാൽ വേറൊരു ആ ഫ്രൂട്ടിൻ്റെ ഈ പേഴ്സമൺ എന്ന് പറയുന്നത് നമ്മുടെ നല്ല കക്കിപ്പഴം എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ വേറൊരു മരമാണ്. ഇത് നമ്മൾ ചെറിയൊരു തൈ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ട് പോൾസേട്ടൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമ്പോൾ നമ്മൾ അടുത്ത വർഷം ഇതുമ്മ കായ്ക്കുമെന്ന് വിചാരിക്കുന്നത്. നല്ല വലിയ മരമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ വേറെ ഒരു വിശേഷം കൂടി ഉണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പോൾസേട്ടൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുരിങ്ങയമ്മ നമുക്ക് ആദ്യമായിട്ട് പൂ വിരിഞ്ഞതാണ് ഈ കാണുന്നത് കണ്ട. പക്ഷേ കുറച്ചും കൂടി സമയത്ത് നേരത്തെ വിരിഞ്ഞെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് മുരിങ്ങക്കായ നമുക്ക് ഉണ്ടായി കണ്ടേനെ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വിരിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോൾസേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ ഓടി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മുരിങ്ങയമ്മ ആദ്യമായിട്ട് പൂ വിരിഞ്ഞതായിട്ട്. അത് കുറേ പൂ വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ കാര്യം, ഇതുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നേരത്തെ വിരിഞ്ഞെങ്കിൽ നമുക്ക് കായ ഉണ്ടായി കിട്ടിയേനെ അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് മുരിങ്ങയുടെ കായ കാണുന്നത്. പക്ഷെ ഞങ്ങളുടെ പോത്തുശ്ശേരിയിൽ ഈ അങ്ങനത്തെ മണ്ണിൽ അവിടെ അങ്ങനെ മുരിങ്ങ നമ്മൾ ഉണ്ടായി കണ്ടിട്ടില്ല. അവിടെ എപ്പോഴും വെക്കാറുണ്ട് മമ്മി. പക്ഷേ മുണ്ടൂർ പോൾസേൻ്റെ വീടിൻ്റെ അവിടെ ഈ ചുമന്ന മണ്ണാന്ന് തോന്നുന്നു, അവിടെ നന്നായിട്ടുണ്ടാവും തോന്നുന്നു. പക്ഷെ ഞങ്ങളുടെ മണ്ണിൽ മുരിങ്ങ അങ്ങനെ സാധാരണ സൈഡിൽ നമ്മളങ്ങനെ ഉണ്ടായി കണ്ടിട്ടില്ല. അവിടെ എപ്പോഴും വലിയ മരങ്ങളൊക്കെ വെക്കും, പക്ഷേ ഉണ്ടായി കാണില്ല. അതായത് മുരിങ്ങയുടെ പൂവിട്ടിട്ട് ഇത് ചെറുതായിരുന്നു കേട്ടോ. വലിയ മുരിങ്ങ അവിടെ വേറെ നിൽക്കുന്നുണ്ട്.
ഇതുമേണ് പൂവിട്ടേക്കുന്നത്. പക്ഷെ അത് കായ ഉണ്ടായി എനിക്കാണ് അടുത്ത വർഷം ചിലപ്പോൾ എനിക്ക് കായ ഉണ്ടായി കിട്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ ഇനി പറിച്ചെടുത്ത് ചട്ടിയിലാക്കിയിട്ട് എടുത്ത് വെക്കണം അകത്ത്. പിന്നെ ഇത് നമ്മുടെ ഇതാട്ടോ, നമ്മുടെ ഫിഗ് ആട്ടോ. ഇതുമേ ഫിഗ് ഉണ്ടായിട്ടില്ല. ഇതും നമ്മളിവിടെ പറയുന്നത് ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മൊത്തം ഇങ്ങനെ ചവറ് വീണിട്ടേ ആകെ വൃത്തിയിലാണ്ട് കിടക്കാം. ഈ മരത്തുമേനൊക്കെ മൊത്തം ചവറ് കുറേയൊക്കെ താഴത്തേക്ക് വീണു. കാരണം ആകെ ഇപ്പോൾ ഇങ്ങനെ ചവറൊക്കെ വീണിട്ട് ആകെ ഒരു അളുപിളിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇത് ഉണ്ടല്ലോ, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പറമ്പ് സ്ഥലം കുറേ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ ഒരു കോൾ സെൻ്റർ ഫ്രണ്ട് നാളെ ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ അവർ ഇവിടെ വീട് വന്ന് കണ്ടപ്പോൾ അവർ പറയുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ഇത്രയ്ക്ക് സ്ഥലം ഉണ്ടെന്ന് തോന്നില്ല എന്ന് പറയണത്. ഞാൻ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. നമ്മുടെ വീട് ഇരിക്കുന്നത് അങ്ങോട്ട് അറ്റത്താണ്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അവർ പറയുന്നത് ഇത്രയ്ക്ക് സ്ഥലം ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇതാണ് എൻ്റെ വലിയ മുരിങ്ങ കേട്ടോ. വീഡിയോ ചിലപ്പോൾ കുറേ ലോങ് ആവും കേട്ടോ. ഇതുമ്മ പക്ഷേ പൂവിട്ടില്ല, അതുമ്മ പൂവിട്ട അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഭയങ്കര വലുതാണ്, പക്ഷെ ഇതുമ്മ പൂവിട്ടില്ല. ജിമ്പോ വാ, ഇനി പോവാ വാ, ഒരു വാങ്ങിട്ട് നീയേ. മഴയത്ത് ഇറങ്ങി നടക്കായിരുന്നു പറഞ്ഞാൽ കാറ്റെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു ജാതി കാറ്റാ വിശ്വ അവിടെ. അയ്യോ അത് മാത്രല്ലടാ, പോൾസേട്ടൻ അവിടെ സൈഡിൽ മരത്തിൻ്റെ പീസ്. അമ്മയോ എൻ്റെ കസേര മറിഞ്ഞു വീണെടുക്കണ നോക്കിക്കേ. എൻ്റെ കുഞ്ഞാ കസേര മറിഞ്ഞു വീണെങ്കിൽ അപ്പോൾ എന്ത് കാറ്റ് വീശിയിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആ മരം വീണെടുക്കണ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടായി കസേര അവിടെ നിന്ന് ഇങ്ങോട്ട് മറിഞ്ഞു വീഴുന്നെങ്കിൽ പണിയെന്തോറുണ്ട്. അപ്പം ചെറിയ കാറ്റല്ല വീശിയേക്കുന്നത്, വലിയ കൊടുങ്കാറ്റ് തന്നെ ഇവിടെ വീശിയിട്ടുണ്ട്. അവിടെ ഇട്ടുന്ന കസേരയാ അത് മറിഞ്ഞ കിടക്കുന്നു. ഈ കോലും ഇവിടെ വീണെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാനത് ശ്രദ്ധിച്ചത്. പിന്നെ വീടിൻ്റെ ഒരു ഭാഗം വീണ് കഴിഞ്ഞാൽ നമ്മളറിയത്തില്ലല്ലോ. ഈ മഴ അടിച്ച് കയറിയിട്ട് ഇവിടെ നനഞ്ഞേക്കണുണ്ട്. അപ്പോൾ വലിയൊരു കാറ്റ് വീശിയിട്ടുണ്ട്. ആ കാറ്റിലാണ് നമ്മുടെ ആ കമ്പിയും കിളിക്കൂടും എല്ലാം കൂടിയിട്ട് ഇടിഞ്ഞുകൊണ്ട് താഴെ വീണത്. അയ്യോ, രാത്രി ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നേ. ഞാൻ രാത്രി ഭയങ്കര ഉറക്കമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാറ്റ് വീശുമ്പോഴേക്ക് എപ്പോഴും എഴുന്നേൽക്കേണ്ടത്. അപ്പോൾ തന്നെ പറയണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ടെന്ന്. കാരണം അവിടെ നേരം വെളുത്തപ്പോൾ തന്നെ പൂച്ചയുടെ ഫുഡ് വയ്ക്കുന്ന പാത്രമൊക്കെ താഴെ വീണെടുക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്ത് ഇത്രയ്ക്ക് വലിയ കാറ്റ് വീശുക. കാരണം അതൊക്കെ നമ്മളൊരു ബോക്സിൻ്റെ ഉള്ളിലേക്കാക്കി മരത്തിൻ്റെ ഉള്ളിലേക്കാക്കി പോൾസോടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം കാറ്റ് എൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗം കൊണ്ടൊന്നും കിട്ടി. അത് എനിക്ക് കസേര വീണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തെറിച്ച് വീഴുന്നല്ലേ. ഇറങ്ങി വരണ ഒറ്റ ചുമ്പ് അവിടെ പോയിട്ട് കിടപ്പായിട്ടോ. പിന്നെ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ ഞാൻ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായില്ലേ, നല്ലൊരു വെറൈറ്റി തക്കാളി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനൊന്നും ഇനി ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നന്നായിട്ട് വലുതായി വരുന്നുണ്ട് കണ്ട. പക്ഷേ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയല്ലോ, ഞാൻ പോകും.